മലയക്കോട്ട വാലിബൻ അടക്കം ചിത്രങ്ങളിലെ ലാലേട്ടനെ എടുത്ത് ഉടുത്തു സോഷ്യൽ മീഡിയ. ഞങ്ങളെ കുറെ പേര് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. എത്ര കാലം ഞങ്ങൾ പിരിഞ്ഞു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വഭാവം ഇല്ല, ഒന്നിലും മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. എന്നെ മാറ്റാന്ന് വെച്ചാൽ നടക്കുകയില്ല. ഇത്ര ഞങ്ങളെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഞങ്ങളുടെ ട്രിപ്പൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ വളിപ്പടിക്കുന്നത് ഇങ്ങനെ വളിപ്പില്ല വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ തല്ലുപിടിക്കും വെറുതെ. വേറൊന്നുമില്ല, മമ്മൂക്ക് ഭയങ്കര നോക്കിയിട്ട് ഒരു ചിരി പോലും ചിരിക്കാണ്ട് പോയി. ഭയങ്കര സങ്കടം വന്നു എന്നൊക്കെ പറയാൻ മെസ്സേജ് ഇട്ടു. മമ്മൂക്ക് നോക്കാതെ ഇങ്ങനെ വന്നത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞിട്ട് മനുവിന്റെ കയ്യിൽ എപ്പോഴും കൊണ്ടുവന്നിരുന്ന ഒരു കുഞ്ഞു കൃഷ്ണനുണ്ട്. അത് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പറഞ്ഞു വെക്കണം എന്ന് പറഞ്ഞു. ഈ ഇങ്ങനെ കുഞ്ഞു കൃഷ്ണൻ അവിടെ മനോജ് വന്നാ കേക്ക് ഈ സീരിയൽ മേഖലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. കിടക്കപ്പായിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും പട്ടുസാരി. എനിക്ക് അത്രയ്ക്ക് പറയാനൊന്നും ഇല്ല. ഒരു അന്റാർട്ടിക്കയിലെ മഞ്ഞുമല പോലെ ഞാൻ ഒരിക്കലും ചത്താനും പോവില്ല. 2 കോടി തരാൻ പോവില്ല. തല്ല് പിടിച്ചു തന്നെ ഞങ്ങള് പ്രശ്നമാവും. ഞങ്ങൾ തന്നെ ലക്ഷം കൊടുക്കും അങ്ങോട്ട് നോമിനേറ്റ് ചെയ്യും. ഭയങ്കര മറ്റൊന്നും ഞാൻ വെറുതെ പറഞ്ഞത്, സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ഈ ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ ലാലേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് പോണത്. കാരണം പുള്ളിക്ക് എപ്പോഴും ഭയങ്കര ഭയമാണത്. ഇത് താങ്ങാനായിട്ട് കല്ലി വലിയ മൈൻഡ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. എന്താടാ നീ പോണാന്നും പറഞ്ഞ് പോകാനുള്ള മൈൻഡ് വേണം. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. Hey, hello, this is Suraj here. Welcome to Movie World Media. ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ നല്ല ഫൺ ആൻഡ് എൻഗേജിംഗ് ഇന്റർവ്യൂ ആയിരിക്കും. കാരണം 2 ബ്യൂട്ടിഫുൾ കപ്പിൾസ് ആണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. Here we join with ബീന ചേച്ചി ആൻഡ് മനു ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. സോ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും രണ്ടുപേരും കൂടിയിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കണ്ടേ? അങ്ങനെ പിന്നെ വേണം, അങ്ങനെ ഇരിക്കണം. സാധാരണ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ കുറെ നമ്മളിപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷം അല്ലേ? 2003 ഞങ്ങൾ കല്യാണം കഴിച്ചു. 2003 കല്യാണം കഴിച്ചു. അപ്പൊ എന്തായാലും ഓഫ് കോഴ്സ് 22 ഇയേഴ്സ് അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ദാമ്പത്യം സീരിയൽ ഇൻഡസ്ട്രിയിലും ഇതിലൊക്കെ ഇപ്പൊ ഇത്തിരി വളരെ കുറവാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില്. കുട്ടികൾ കല്യാണം കഴിക്കണോ പിരിയണോ, കല്യാണം കഴിക്കണോ പിരിയണോ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് 22 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണു അല്ലേ? സന്തോഷമുള്ള കാര്യമല്ലേ? ഞങ്ങളെ കുറെ പേര് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. എത്ര കാലം അതൊക്കെ കഴിഞ്ഞു കാണാം. നമ്മള് അതിപ്പോ ആര് കല്യാണം കഴിച്ചാലും ഇതൊക്കെ ജനങ്ങളുടെ ഒക്കെ സ്വഭാവം പലതും. ചിലര് അവർക്ക് വളരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കും, ചിലവര് വിചാരിക്കും ഇതേപ്പ തീരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറെ പേര് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഫ്രണ്ടിൽ വന്ന ആൾക്കാർ ഞങ്ങൾ പിരിഞ്ഞു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? അതൊക്കെ മീഡിയകളിൽ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ആർട്ടിസ്റ്റ് ആണോ, ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു അറിയപ്പെടുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും ജനങ്ങൾ അവരെ പലതും അവരെ പറ്റി പറയും. നല്ലതും പറയും, മോശവും പറയും. അവരൊക്കെ ഏറ്റെടുക്കും. കാരണം നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി ആവുകയാണ് അപ്പൊ തന്നെ. കാരണം നമ്മുടെ ലൈഫ് അവരുടെ കയ്യിലാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, പൂമാല വരുമ്പോഴും ചെരിപ്പേറ് വരുമ്പോഴും ഒരേ വികാരത്തോടെ നിന്നാൽ മതി. മറ്റതിൽ കൂടുതൽ ആഹ്ലാദത്തിലേക്കും പോകണ്ട, ഇതിൽ കൂടുതൽ തകർച്ചയിലേക്കും പോകണ്ട. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ ആൾവേസ് ഹാപ്പി ആയിരിക്കും. എന്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ ഞാൻ കുറച്ച് മാറി കേട്ടോ മോനെ. ഞാൻ വെച്ചിട്ട് കുറച്ച് ഞാൻ പെട്ടെന്ന് ഡെസ്പാവുന്ന കൂട്ടത്തിലാണ്. ഇപ്പം നമ്മൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വരെ നമ്മളിങ്ങനെ ഹേർട്ട് ചെയ്യുന്ന കമൻസ് വന്നാൽ പോലും ഒരു കമൻറ്റ് വന്നു. ഇപ്പം ഇൻസ്റ്റയിലൊന്നും അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാം ഭയങ്കര നല്ല വ്യൂവേഴ്സാണ്, എല്ലാവരും നല്ല ആൾക്കാരാണ്. പക്ഷെ ചിലപ്പോൾ തെറ്റിത്തെറിച്ചൊക്കെ ചിലപ്പോൾ ഒരെണ്ണം എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ ഹേർട്ടാവും. ഞാൻ പെട്ടെന്ന് ഹേർട്ടാവുന്ന കൂട്ടത്തിലാണ്. പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഒന്നും കാണിക്കില്ല, അത് ബോൾഡായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഹേർട്ടാവില്ല. പക്ഷെ എന്തുകൊണ്ട് ചേച്ചിക്ക് കിട്ടിയില്ല ഇത്രയും കാലം ജീവിച്ചു? രണ്ട് വ്യക്തികളാണ് കല്യാണം കഴിക്കുന്നത്. 2 വ്യക്തികളല്ലേ, രണ്ട് വൈരുദ്ധ്യങ്ങളായ സ്വഭാവങ്ങളാണ്. ഒരിക്കലും നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വഭാവം ഇല്ല, ഒന്നിലും ഇല്ല. അപ്പൊ അതിലെന്താ കാര്യം എന്ന് വെച്ചാല്, എന്റെ സ്വഭാവം തന്നെ എന്റെ വൈഫിന്റെ സ്വഭാവമാണെന്നില്ല. ചേട്ടൻ അഡ്വൈസ് ചെയ്യാറുണ്ടോ? അതങ്ങനെ എടുക്കണ്ട. അഡ്വൈസ് അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് കല്ലി വല്ലി. എന്റെ സ്വഭാവത്തില് ഞാൻ പറയട്ടെ മോനെ, ഞാൻ ഇപ്പൊ ഇത്രയും വയസ്സായി, ഒരു ഹാഫ് സെഞ്ചുറിയും കഴിഞ്ഞ് ഞാനിപ്പോൾ ക്രീസിൽ നിൽക്കുകയാണ് സത്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇതുവരെ ദൈവം സഹായിച്ചൊരു ടാബ്ലറ്റ്, കാരണം എന്നേക്കാളും 10, 12, 15 വയസ്സിന് താഴെയുള്ളവരൊക്കെ ഞാൻ ഇൻഡസ്ട്രി കണ്ടിട്ടുണ്ട്. കുറെ ഗുളികയും കൊണ്ടുവരുന്നുണ്ട്. അതായത് ആണുങ്ങൾ, ലേഡീസിനെ നമ്മൾ അങ്ങനെ അവസ്ഥ നോക്കണില്ല. കുറെ ആണുങ്ങളടക്കം ഗുളിക കഴിക്കുന്നവരുണ്ട്, പ്രഷർ, ഷുഗർ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ സത്യത്തിൽ ഞാൻ ദൈവം സഹായിച്ച് ദൈവാനുഗ്രഹം കൊണ്ട്
ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയും, പലരോടും ഞാനത് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ മെൻ്റലി ഹെൽത്താണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മെൻ്റലി ഹെൽത്ത് നമ്മൾ ശരിയല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളിനി ജിമ്മിൽ പോയിട്ടും കാര്യമില്ല, നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടും കാര്യമില്ല. നമ്മളുടെ ശരീരം തളർന്നുകൊണ്ടിരിക്കും. അകാല വാർദ്ധക്യം നമ്മളെ പിടിപെടുക്കൊണ്ടിരിക്കും. കാരണം ചില ആളുകൾ കണ്ടിട്ടില്ല, ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 40 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും അവരെ കാണുമ്പോൾ ഒരു 70 വയസ്സ് ഫീൽ ചെയ്യും. ചില ആളുകൾ യങ്ങായിട്ടിരിക്കും. ലാലേട്ടനും മമ്മൂക്കൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോണവരാ. ലാലേട്ടനൊക്കെ ഇപ്പൊ ചെറുപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണില്ലേ? 10 വർഷം മുമ്പുള്ള ലാലേട്ടനല്ല, 10 വർഷം കഴിഞ്ഞു, പുള്ളി വയസ്സ് കുറഞ്ഞു. വേറെ കാര്യമുണ്ട് മോനെ, എല്ലാവർക്കും ഇങ്ങനെ ആവാൻ പറ്റില്ല. അല്ല, ലാലേട്ടൻ എപ്പോഴും പറയുന്നത് വെച്ചാല് പുള്ളിയെ സംബന്ധിച്ചിട്ട് ജീവിതത്തിൽ ഒരുപാട് ഇപ്പൊ അടുപ്പിച്ച് 6 വർഷം ഒരു സൂപ്പർ താരത്തെ സംബന്ധിച്ചിട്ട് പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലാലേട്ടൻ ഭീകര പരാജയം, എടുത്തു ഉടുക്കായിരുന്നു ലാലേട്ടൻ. മലൈക്കോട്ട വാലിബൻ അടക്കം ചിത്രങ്ങളിലെ ലാലേട്ടനെ ഉടുത്തു സോഷ്യൽ മീഡിയ. ഉടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. അത്രയും പറഞ്ഞിട്ടും ആ മനുഷ്യന്റെ മുഖത്ത് ഒരു വിഷാദച്ചാവി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ല? ഒരു ഫംഗ്ഷന് വരുമ്പോഴും പുള്ളി പുഞ്ചിരിയോടെ. അപ്പോൾ പലരും ലാലേട്ടനോട് ചോദിക്കും, ലാലേട്ടൻ മോനെ അത് ഒരു സിനിമ പരാജയപ്പെടും, വിജയിക്കും, അതിന് ഞാൻ ഒന്നും ചെയ്യാറില്ല, ഞാൻ അതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാറില്ല. അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂലേക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രചോദനം തോന്നിയില്ല. ഇപ്പൊ നമുക്ക് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോഴോ അദ്ദേഹത്തോട് ഡൽഹിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കുകയാണ്, ഇത്രയും ഹൈറ്റ്സിലേക്ക് പോകുമ്പോഴേ ഇങ്ങനെ ഇത്ര വിനയത്തോടെ നിൽക്കാൻ പറ്റും? അപ്പൊ പുള്ളി പറഞ്ഞില്ലേ, മോനെ എത്ര മോളിൽ പോകുമ്പോഴും നമ്മൾ താഴേക്ക് തന്നെ നോക്കിയിരിക്കണം, കാരണം ഇത് ഇടയ്ക്ക് താഴേക്ക് വരുന്നുണ്ടേ, അപ്പൊ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എത്ര മേളിലേക്ക് പോകുമ്പോഴും താഴെ നമ്മൾ എപ്പോഴും അവിടെ ആയിരിക്കണം നമ്മൾ ഏറ്റവും അല്ലെ, എല്ലാവരുമായിട്ടും സന്തോഷത്തിലും ഹാപ്പി ആയിട്ടിരിക്കേണ്ടത് ഏറ്റവും താഴെയാണ്. ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് താഴേക്ക് വരും. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാടെന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് സത്യസന്ധരായാൽ മതി. ഞാൻ പഠിച്ചൊരു പാഠമാണത്. നമ്മളല്ലാണ്ട് ഒരു ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവ വിശ്വാസി എന്ന് പറയാൻ പറ്റില്ല. ദൈവവിശ്വാസി എന്ന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. അതായത് ഒരു മനുഷ്യനോട് ദ്രോഹം ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനെ ചതിക്കാൻ പാടില്ല, മനസ്സാ വാചാ കർമ്മണ നമ്മൾ അങ്ങനത്തെ തെറ്റുകൾ ചെയ്യരുത്. അതിൻ്റെ കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ യു ആർ സേഫ്. നിങ്ങൾ അമ്പലത്തിലെ പള്ളിയിൽ ഒന്നും പോകണമെന്നില്ല, കുമ്പസരിക്കണമെന്നില്ല, അവിടെ പോയി ശയനപ്രദക്ഷിണം ചെയ്യണമെന്നില്ല, നിസ്കരിക്കണമെന്നില്ല. ദൈവം ഇരിക്കുന്ന കുടികൊള്ളുന്ന ഹൃദയത്തിലാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ബൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല. എൻ്റെ മനസ്സ് എന്തുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഫോണിൽ ഹാങ് ആവില്ലേ, നമ്മൾ ക്ലിയർ ചാറ്റ് അടിക്കില്ലേ വാട്സപ്പൊക്കെ, നമ്മൾ പലതും വേണ്ടാത്തതൊക്കെ ഫയൽസ് ഒക്കെ എടുത്ത് കളയില്ലേ, ആവശ്യമില്ലാത്തത്. ഈ സാധനം മനസ്സിൻ്റെ അകത്ത് നമ്മൾ കൂട്ടി വെച്ചേക്കാണ്. പലതും 10 കൊല്ലം മുമ്പുള്ളതും 20 കൊല്ലം മുമ്പുള്ളതും 5 മാസം മുമ്പുള്ളതും ഒക്കെ മനസ്സിൻ്റെ അകത്ത് കയറ്റി അത് നിറഞ്ഞിരിക്കുക. അപ്പം മനസ്സ് ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കും. അത് ബോഡിയെ ബാധിക്കും, മെന്റലി ഫിസിക്കലി ബാധിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ സൈലന്റ് അറ്റാക്ക് വരെ വരുന്ന അങ്ങനെയാണ്. സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. അത് ഇത്ര ഉള്ളൊരു മുഷ്ടിയുടെ അത്ര ഉള്ളൊരു ഹൃദയത്തിന് സമ്മർദ്ദം താങ്ങണ്ടേ? ഇനി നമുക്ക് അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ, ചോദിച്ചോളൂ. കാരണം അവനൊന്നും ചോദിക്കാനുള്ള അവസരം കൊടുക്കണില്ല. ഇനി നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇത്ര ഞങ്ങളെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നിങ്ങൾ ഞാൻ കാര്യം പറഞ്ഞത്, എന്റെ ഈ വാക്ക് കേട്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ചിന്തകൾ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ നന്നാവാനുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം. മനോജേട്ടൻ വന്നിട്ട് ഭയങ്കര നല്ലൊരു റിവ്യൂവർ ആണ്, നല്ലപോലെ റിവ്യൂ പറയും. ബിഗ് ബോസിന്റെ ഒരു സീസൺ, ഈ സീസൺ ഞാൻ അധികം റിവ്യൂ പറഞ്ഞിട്ടില്ല. വേറൊന്നും കൊണ്ടുമല്ല, എനിക്ക് പറയാൻ തോന്നാത്തതുകൊണ്ട്. എനിക്ക് അത്രയ്ക്ക് പറയാനൊന്നും ഇല്ല. കാരണം എന്തോ ഒരു സീസൺ അത്ര ഒരു അന്റാർട്ടിക്കയിലെ മഞ്ഞുമല പോലെ ചേട്ടന് ഈ ഐഡിയ എങ്ങനെ വന്നേ? വീട്ടിലൊക്കെ പറയണേ ഞാൻ ഇങ്ങനെ തുടങ്ങുമ്പോ. യൂട്യൂബ് തുടങ്ങിയത് അങ്ങനെയായിരുന്നു. ഞാൻ എന്നെ യൂട്യൂബ് തുടങ്ങാൻ നിർബന്ധിച്ച ഒരു സുഹൃത്ത്, അതായത് ഇവരുടെ തെസ്ബീൻസ് ആണ് ഫസ്റ്റ് തുടങ്ങിയത്. അപ്പൊ ആ പുള്ളി വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ, മനോവേട്ട നിങ്ങൾ നന്നായിട്ട് സംസാരിക്കണല്ലോ. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഒക്കെ പോകും, നിങ്ങൾക്കൊരു തുടങ്ങിക്കൂടെ മനോവേട്ടൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് പറയാനാ? അപ്പൊ ബിഗ് ബോസിന്റെ ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഇപ്പൊ തുടങ്ങിയല്ലോ, മനോവേട്ടൻ ബിഗ് ബോസ് റിവ്യൂ വെച്ച് തുടങ്ങി. എന്നാ ശരി ഒക്കെ എന്ന് വെച്ചാൽ അങ്ങനെ തുടങ്ങി, അങ്ങനെ റിവ്യൂ വെച്ചാണ് തുടങ്ങിയത്. അത് നല്ല ക്ലിക്കായി. മോനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ശങ്കരും ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ അവനിപ്പോ ഭയങ്കര ചമ്മല. അവൻ അങ്ങനെയല്ല, അവൻ വെച്ചൂടായില്ലേ ഇപ്പൊ, ആ ഒരു പ്രായം കഴിഞ്ഞില്ല. അന്ന് ചെറിയ പ്രായമാണല്ലോ, അന്ന് ഭയങ്കര കാര്യമായിട്ട് ഇതൊക്കെ കണ്ടോണ്ടിരുന്നതാ. ഇപ്പൊ അവന് ഭയങ്കര ചമ്മല. ഇപ്പൊ പറഞ്ഞ മോർ ദാൻ 20 years ആയിട്ടുണ്ട്, മാരേജ് ലൈഫ് ഒക്കെ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്.
അന്നും ഇന്നും ലൈക്ക് എന്ത് ചേഞ്ച് ഇല്ലാത്തതാ? ചേഞ്ച് ലൈക്ക് മാറ്റം നോക്കിയിട്ട് ഈ മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല, നല്ലൊരു മാറ്റം അങ്ങനെ ഞങ്ങൾക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ തല്ലു പിടിക്കും വെറുതെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മോനെ, അതല്ല എന്റെ മാറ്റങ്ങളൊന്നും എനിക്ക് അങ്ങനെ മാറ്റങ്ങളൊന്നും വരെയില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വരാത്ത ഒരാളാണ് ഞാൻ. അതെ അതെ സത്യം. നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ട് എന്റെ കാര്യമില്ല. മാറ്റങ്ങൾ എന്നെ അതെ എന്നിൽ വേരൂന്നി കിടക്കുന്ന കാര്യങ്ങളാണത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരാളുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മളിലുള്ള ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മളിലുള്ള കാര്യങ്ങൾ നമ്മളിൽ തന്നെ കിടക്കുന്നതാണ്. മനസ്സിലായില്ലേ? അത് നമുക്ക് ഞാനായിട്ടൊരു എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മറ്റുള്ളവർക്കൊരു ശല്യമായിട്ടോ തലവേദനയായിട്ടോ ഒന്നും ഞാൻ വർത്തിക്കാറില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഒരു സ്വഭാവമാണ്. ഞാൻ ആരുടെ അടുത്തും തല്ല് പിടിക്കാനും പോകാറില്ല. ദേഷ്യം വരും എനിക്ക്. ദേഷ്യം വന്നാൽ എൻ്റെ ശബ്ദം അറിയാലോ, ഒരു ഇത്തിരി ശബ്ദം കൂടുന്നുള്ളൂ ബേസ്, അല്ല ഇത്തിരി ശബ്ദത്തിന്റെ വോളിയം എന്ന് അപ്പൊ തന്നെ ഒരു കളിച്ച ദേഷ്യമാണത്. ദേഷ്യമൊക്കെ ഭയങ്കരൊക്കെ, പക്ഷെ കുറച്ച് കഴിയുമ്പോ അനാവശ്യ വാക്കുകളോ തെറിപ്രയോഗങ്ങളോ. പക്ഷെ ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ, പക്ഷെ അത് ഭയങ്കരമായിട്ട് അലർജി ദേഷ്യപ്പെട്ട് കളയും. പക്ഷെ അതിന് നീണ്ടു നിൽക്കാൻ പറ്റില്ല. നമുക്കത് ദേഷ്യപ്പെടും. പക്ഷെ എനിക്ക് ഫുൾ ടൈം നല്ല എൻജോയ് ചെയ്ത് തമാശ, ഞാൻ എപ്പോഴും ജോളി ആയിട്ടിരിക്കണം. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് അവിടെ ലൈവ് ആക്കണം. അത് ഞാൻ അറിയാണ്ട് സംഭവിക്കുന്നത്. എനിക്ക് വെറുതെ ഇങ്ങനെ പോയി കസേരയിൽ ഇരിക്കാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ വലിപ്പടിക്കുന്നത് ഫാമിലിയുടെ വലിപ്പ്. ഇപ്പൊ ഞാൻ തറവാട്ടി പറവൂര് പോണു. ഇപ്പൊ ഇവിടെ ചേച്ചിയുടെ വീട്ടില് ചന്ദ്രൂര് ഇപ്പൊ ഒരു പരിപാടിക്ക് വരുന്നു. അപ്പൊ ഒരു ദിവസം താമസിച്ചു. അപ്പൊ ഞങ്ങള് എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെയൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും. ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ചേച്ചി, വിനയുടെ ചേച്ചി, അനീതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം അവളെ ഞാനിട്ട് അവളെ വളരെ പുറകെ നടന്ന് ഇങ്ങനെ ഇത് കഴിക്കുന്നതും. പക്ഷെ അത് ആസ്വദിക്കുന്നവര്. ഞങ്ങളത് ചിരിച്ചോണ്ടിരിക്കും. ഞങ്ങള് പക്ഷെ ഞാനൊരു കസേരയിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിശബ്ദമായിട്ട് എല്ലാവരും നിശബ്ദമായിരിക്കും. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അല്ല, അത് അവർക്കും ഇഷ്ടമാണ് കേട്ടോ. എന്റെ ചേച്ചിയും എന്റെ അനിയത്തിയൊക്കെ അത് ഭയങ്കരമായിട്ട് എന്റെ വീട്ടിൽ ചെന്നാലും വെറുതെയെങ്കിലും എന്റെ അമ്മയുടെ പുറകെയോ എന്റെ പെങ്ങളുടെ പുറകെ കാരണം എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അവരെങ്ങനെ ഇറിറ്റേറ്റ് അപ്പൊ അമ്മ പറയും ഈ മനോജ് വന്നാ അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെയാണ് രസം. നാളെയാണോ മറ്റന്നാളാണോ പോണേന്നൊന്നും അറിഞ്ഞൂടാ മനുഷ്യൻ. നീ ബലവും പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം ജീവിതത്തില്? അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട് ചില കാര്യങ്ങളൊക്കെ മാറ്റണം. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ മാറ്റാന്ന് വെച്ചാൽ നടക്കുകയില്ല. എനിക്കിങ്ങനെ എനിക്ക് മിണ്ടാതൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് കയറി. ഞാൻ എന്നോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ എന്നോട് സംസാരിക്കുന്നു വെറുതെ തമാശക്ക്, ഒറ്റയ്ക്കാണെങ്കിൽ. എനിക്കതൊക്കെ ഇഷ്ടമാണ്. ഏത് സാഹചര്യവും ഞാൻ എൻജോയ് ചെയ്യും. ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടം. അങ്ങനെ എലോൺ ടൈം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. ബീന ചേച്ചി ഭയങ്കര ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് മൗനരാഗം ഭയങ്കരമായിട്ട് മലയാളം ഇൻഡസ്ട്രിയില് ഏറ്റവും കൂടുതൽ എപ്പിസോഡ് പോകുന്ന സീരിയൽസ് ആയിട്ട് പോകുന്നുണ്ട്. എത്ര ഹാപ്പിയാ ചേച്ചി? കാരണം അതിന്റെ ഒരു ഭാഗമാണെന്ന് അതൊരു ഭാഗ്യമല്ലേ. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് 33 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് മെഗാ സീരിയൽസ്, ഒത്തിരി പോയ മെഗാ സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഇതിന്റെ ഭാഗമാകാം, അത് ഹിറ്റായിട്ട് തന്നെ എത്രയോ വർഷമായിട്ട് അതിന് വലിയ ഇടിവ് പറ്റാതെ വളരെ കുറവേ നമ്മൾ അങ്ങനെ താഴേക്ക് പോയിട്ടുള്ളൂ. അപ്പൊ ഇപ്പോഴും നമ്മൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സംബന്ധിച്ചിട്ട് 1000ന്റെ രണ്ടാമത്തെ സീരിയൽ അത് മിന്നുകെട്ട്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. മിന്നുകെട്ട് ഏത് ചാനലിലായിരുന്നു? സൂര്യ ടിവിയിലാ. മിന്നുകെട്ടിൽ ഞാനും ഉണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും. മോനും ഉണ്ട് ചെറുതില. ഞാൻ വേറെ ക്യാരക്ടർ. ഞാനും മോനും, ഞാനും അമ്മയും മോനും തന്നെ. ഞാൻ പ്രസവിച്ചിട്ട് മോനെയും കൊണ്ട് തന്നെ മാനസപുത്രിയും എല്ലാം കുറെ പോയി. 1500 പോകുന്നത് എനിക്ക് വന്നത് 1000 മേലേക്ക് കുറെ പോയിട്ടുണ്ട്. സീരിയൽസ് അമല പോയിട്ടുണ്ടാവുമല്ലോ. അമല 500 ജോയ്സ് സാറിന്റെ എല്ലാം. കസ്തൂരിമാൻ 600. ചേച്ചി നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ എത്ര സീരിയൽസ് ആണല്ലോ ഈ ഇത്രയും 1000+ ഇത് എപ്പിസോഡ് പോകുമ്പോഴും 1000 കോസ്റ്റ്യൂം നമുക്ക് വേണം, 1000 സാരികൾ പറയല്ലേ. അത് എനിക്ക് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഐ എം എ ഫാൻ ഓഫ് യുവർ കോസ്റ്റ്യൂംസ്, ഇയറിംഗ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? പറ. കാരണം എനിക്ക് മറ്റുള്ളവരാ, പക്ഷെ എന്നെ ആര് കാണുമ്പോഴും സത്യം പറഞ്ഞ ഇങ്ങനെ പറയുമ്പോ പുതിയ നമ്മുടെ യങ്സ്റ്റേഴ്സ് കുറെ കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ ആദ്യം പിന്നെ പുറത്ത് കാണുമ്പോഴും പറയും ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ, ഡ്രസ്സിന്റെ ഭയങ്കര ഫാനാണ്. ഞാൻ എന്റെ ഒരു പ്രശ്നം ഞാൻ ആക്ടിങ് മാത്രമേ നോക്കാറുള്ളൂ.
ഒട്ടും ശ്രദ്ധിക്കാത്ത ആളാ. അല്ല, ഞാൻ ഒരാളുടെ പെർഫോമൻസ് നടക്കുമ്പോ അയാളുടെ ഫേസിലേക്ക് ശ്രദ്ധിക്കണം. അതൊരു കലാകാരനായതുകൊണ്ട് ഓഫ് കോഴ്സ് അവരത്. പക്ഷെ നമ്മൾ പുറത്തുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കും അല്ലേ? ഓഫ് കോഴ്സ് നമ്മുടെ ക്യാരക്ടർ, അവരുടെ ഡ്രസ് നല്ലതാണ്. ചില ഒരു ലേഡി ഒരു ദിവസം പറയണ്ടായിരുന്നു, ഞാൻ എന്തെന്നാ അഭിനയിക്കണമെന്നൊന്നും ശ്രദ്ധിക്കാറില്ല, ഞാൻ നോക്കുന്നത് ആ ഷെയ്ഡ് എന്താണ്, ആ ഡ്രസ് വീണിട്ടിരിക്കുന്ന ചെരുപ്പ് ഏതാണ്. അങ്ങനെയുണ്ട് ആളുകള്, അങ്ങനെ നോക്കുന്നവരുണ്ട്. അവർക്കത് മതി. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഹെക്ടിക് ആണല്ലോ ചേച്ചി, കാരണം നമുക്ക് റിപ്പീറ്റ് വരാൻ പറ്റത്തില്ല. പിന്നെ ബ്ലൗസ് ഒക്കെ പിന്നെ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? അത് ഞാൻ പണ്ട് തുടങ്ങി അങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. പറഞ്ഞു ഞാൻ അത്ര പിശുക്കില്ല ആ കാര്യത്തിൽ. ഇപ്പൊ നമുക്ക് വളരെ പണ്ടൊക്കെ എന്തോ ഈ സീരിയൽ മേഖല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് അങ്ങനെയൊന്നുമല്ല. കിടക്കപ്പായിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും പട്ടുസാരി അങ്ങനെ നമ്മളൊന്നും ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ ചാനലിന്റെ മാറ്റങ്ങളാണ്. ഞാൻ പണ്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളിലും ഇങ്ങനെ ഭയങ്കര ആടയാഭരണങ്ങളൊന്നും ഉള്ള കഥാപാത്രം ഞാൻ എന്റെ കഥാപാത്രങ്ങൾ ഞാൻ അവാർഡ്സ് കിട്ടിയ 3 വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 3 സീരിയലും എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. അതിന്റെ അകത്ത് ഒന്നും ആഡംബരങ്ങളില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ മാറി നമ്മുടെ കാലം അല്ലെ, ഗ്രാമീണ കഥകളാണ്, പണക്കാരില്ല അതില്. പക്ഷെ പിന്നീട് പ്രൈവറ്റ് ചാനലുകൾ വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ അത് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളല്ല. അപ്പൊ ഞാൻ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നു. ഞാൻ അതിന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ എനിക്ക് സീരിയൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഞാൻ ഭയങ്കര മറ്റൊന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെ തമാശയായിട്ട് പറയില്ലേ, ഇവരൊക്കെ കൂടിയാണ് ഇത് ഇങ്ങനെ ആക്കിയത്. അല്ല, മനു പക്ഷെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു ആർട്ടിസ്റ്റ് പുറത്തുള്ളവർക്ക് പറയാം, മനു പറയുമ്പോ ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കും. ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ മത്സരമാണ് ശരിക്കും. ഇപ്പൊ ആരുടെ ഓർണമെന്റ്സ് നന്നായിരിക്കണം, ആരുടെ മറ്റയാളുടെ ഓർണമെന്റ്സ് കാണുമ്പോഴേക്കും അടുത്ത ആർട്ടിസ്റ്റ് ഞാൻ വേറൊരു ഓർണമെന്റ് ഇറക്കും. അങ്ങനത്തെ മത്സരമൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോ നമ്മുടെ ഇൻസ്റ്റ വന്നതോടുകൂടി ഉണ്ടല്ലോ ഒരുപാട് കൊളാബ്സ് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഓർണമെന്റ്സ് ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും ഇപ്പൊ കുറെ കൊളാബറേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയും കൂടെ നമുക്ക് അതും കൂടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് തരുമ്പോ അതും കൂടെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ്. ഞങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഭാഗ്യവാന്മാർ. ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഏത് പണക്കാരൻ്റെ ആയാലും ഞങ്ങൾ ഒന്നുമില്ല ജുബയും മുണ്ടും അല്ലെങ്കിൽ ഷർട്ടും വേണം. പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ടീഷർട്ടും മുണ്ടും സംഭവം ഓർണമെന്റ്സും ഇല്ല. ഏറ്റവും ഭാഗ്യമാര് ഞങ്ങളാ. ഞങ്ങൾക്ക് ഡ്രസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് മതി. ഇവർക്ക് അങ്ങനെയല്ല, ഇതൊക്കെ മാറ്റി പിന്നെ ചിലപ്പോ അടുത്ത് കഴിഞ്ഞതിൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതിന്റെ കമ്മല് മാറ്റണം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? ഒരു സീൻ ഇപ്പൊ ഡയറക്ടർ പറയണ ഇന്നലത്തെ സീന് കുറച്ച് ശരിയായില്ല, നമുക്ക് ഒന്നും കൂടി റീഷൂട്ട് ചെയ്യുന്ന പറയുമ്പോ പിന്നെ നമ്മളെ കണ്ടിന്യൂറ്റി ചിലപ്പോ ഒരാഴ്ചയൊക്കെ നിൽക്കും. അപ്പൊ ആ കല്യാണം കണ്ടിട്ടില്ലേ, കല്യാണം ചിലപ്പോ 1 വീക്കൊക്കെ ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ആ സെയിം സാധനം നമ്മൾ എന്നും രാവിലെ അതിട്ട് ഒരു ഡ്രസ്സൊക്കെ ചിലപ്പോ ഇട്ടിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഭയങ്കര പാടാ നമുക്ക്. ചിലപ്പോ ഇത്രയും ഒരു ഡ്രസ്സ് നമ്മൾ വലിയ ഹെവി സാധനം ചെയ്തിട്ട് അപ്പൊ തന്നെ പറയും വേറൊരു സീൻ ചേഞ്ച് ചെയ്ത് നമുക്ക് ഔട്ട്ഡോർ എടുക്കാണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ ഉടനെ ഒന്ന് പറയും മറ്റേ നേരത്തെ ഇട്ടില്ലേ അത് ഫുൾ ചെയ്യാൻ പറയും. നമ്മളുണ്ടല്ലോ ചില സമയത്ത് നമ്മൾ എനിക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോ ഒരു ബാഗ് മതി. നമുക്ക് 4 ബാഗ് ഡ്രസ്. സ്ത്രീകളുടെ ഡ്രസ്സ് തന്നെ ആലോചിക്കണം, സാരി, ബ്ലൗസ്. ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്നത്, നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ലാലേട്ടൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി. യോദ്ധ സിനിമയില് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള രീതിക്ക് അന്നത്തെ ലാലേട്ടനോട് വർക്ക് ചെയ്യുന്ന മൊമെന്റുകളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞ പുതുമുഖം വന്നിട്ടേ ഉള്ളൂ, 1-2 പടങ്ങളായിട്ടുള്ളൂ. വളയും ഇത് ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അനിയത്തി എന്ന് വെച്ചാൽ അടുത്തിങ്ങനെ നിൽക്കാൻ പോലും ഭയം. എന്ന് വെച്ചാൽ അവര് വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ലേ. അപ്പൊ ഞാനിങ്ങനെ ഒരു സീനിലൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനിൽ അനിയത്തിയല്ലേ, ഭയങ്കര അടുപ്പമുള്ള അനിയത്തിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഡയറക്ടർ അപ്പൊ എന്നോട് പറയുന്നുണ്ട് അടുത്തിങ്ങനെ ചേട്ടൻ്റെ അടുത്തിങ്ങനെ നിന്നിട്ട് അതിന്റെ അകത്തുനിന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടൊക്കെ സംസാരിക്കണമെന്നൊക്കെ. എനിക്ക് ലാലേട്ടൻ കഴിക്കണേന്നൊക്കെ എടുക്കാനൊക്കെ പേടി. ഇങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞാനിങ്ങനെ നിൽക്കണം. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഡയറക്ടർ പറഞ്ഞതല്ലേ എടുത്തുക. അപ്പൊ ഞാൻ വന്ന് ഇത് ക്യാരക്ടർ അല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യോ? ലാലേട്ടൻ ഭയങ്കര നമ്മളെ ഫ്രീ ആക്കണം, ഞാൻ ഒന്നും പറയില്ല. ശരി ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് ആ സീനിൽ. അപ്പൊ പുള്ളി നമ്മള് ഭയങ്കര ഫ്രീ ആക്കാം. അയ്യോ ഒരു ഭയങ്കര നല്ലതേ. മനു അഭിനയിച്ചപ്പോഴും ഉണ്ടല്ലോ നമ്മളെ പേടിപ്പിക്കില്ല. നമ്മളിങ്ങനെ എങ്ങനെയാണ് അയ്യോ ഭയങ്കര പാവല്ലേ. ആകെ ഇങ്ങനെ ഈ ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ ലാലേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് പോണത്. കാരണം പുള്ളിക്ക് എപ്പോഴും ഭയങ്കര ഭയമാണത്. കാരണം ഈ ആളുകളുടെ എന്താണെന്ന് അറിയില്ലല്ലോ. അതെ, അറിയത്തില്ല. അതെ,
എന്നുവെച്ചാൽ പെട്ടെന്ന് കയറി ഇപ്പൊ കണ്ട ലാലേട്ടൻ നാളെ പോയപ്പോ മൈക്ക് പുള്ളിയുടെ കണി എന്താ മോനെ ഇത് അത് നല്ല ഫൺ രീതിക്ക് എന്താ മോനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ പുള്ളിക്ക് എപ്പോഴും എന്താ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വലിയ ഇടി വരും, താങ്ങ് വരും. ഇടിയല്ല, അറ്റാക്ക് വരുന്നൊരു അങ്ങനെ പുള്ളി ഈ ആൾക്കൂട്ടത്തിൽ പോകുമ്പോ പുള്ളിയുടെ മുഖത്ത് ഭയങ്കര. അതേസമയം ഒരു സെറ്റിൽ വരുന്ന ലാലേട്ടന്റെ ഫേസ് വേറെയാണ്. സെറ്റിൽ വരുമ്പോ നമ്മളൊരു ഫാമിലിയിൽ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെയൊക്കെ വിഷ് ചെയ്യും. ദൂരെ കാണുമ്പോ ഞാൻ മിസ്റ്റർ ഫോർഡിന്റെ ഷൂട്ടിങ് ചെയ്യുമ്പോൾ ഞാൻ അറ്റത്ത് നിൽക്കായിരുന്നു. അറ്റത്ത് എന്തോ ഒരു ഇത് എന്ത് ചായ കുടിച്ച് നിൽക്കുമ്പോൾ ലാലേട്ടൻ വലിയൊരു ഹോളായിരുന്നേ, തൃപ്പൂണിത്തുറ ഒരു വലിയ കോവിലകമായിരുന്നു. അപ്പോൾ അറ്റത്തിൽ ലാലേട്ടൻ ഇങ്ങനെ വന്നപ്പോൾ അവിടെ കുറേ പേരോടൊക്കെ സംസാരിക്കേണ്ട ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നടന്നു വരണ്ടേ, അപ്പോഴേക്കും ലാലേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് ഞാൻ പറഞ്ഞ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഒരു കൃഷ്ണനെ കൊടുത്തിട്ടുണ്ടായിരിക്കും അമ്മ സുഖലായിട്ട്. അമ്മയായിട്ട് ഭയങ്കര അടുപ്പാണ് മനുവേ. ഞങ്ങളിപ്പോ അമ്മ സുഖലായിരുന്നപ്പോ ഞങ്ങള് പോയി കാണാൻ പോയി അമ്മ ഹോസ്പിറ്റലില്. കാണാൻ പറ്റില്ല, അമ്മ ഐസിയുല. ലാലേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മനു കൊണ്ടുപോയിട്ട് മനുവിന്റെ കയ്യിൽ എപ്പോഴും കൊണ്ടുവന്നിരുന്ന ഒരു കുഞ്ഞു കൃഷ്ണനുണ്ട്. അത് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പറഞ്ഞു വെക്കണം എന്ന് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ കൊടുത്തത്. എന്നിട്ട് പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ ഉണ്ട് കേട്ടോ. പിന്നെയും കുറെ 2-3 വർഷം കഴിഞ്ഞ ശേഷം ഈ സംഭവം മിസ്റ്റർ ഫ്രോഡ് ചെയ്യണത് 2 വർഷം കൊണ്ടായി. ഇപ്പൊ അപ്പൊ അവിടെ നിന്നൊരു പുള്ളി ഈ ഇങ്ങനെ അടിച്ചിട്ടേ കുഞ്ഞി കൃഷ്ണൻ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊക്കെ ഫസ്റ്റ് ചെല്ലുമ്പോ എന്റെ അമ്മയൊക്കെ ഭയങ്കര പേടിയാണല്ലോ. അമ്മ കമ്മച്ചി ലാലേട്ടൻ കാണുമ്പോ തന്നെ ഓടി ഇങ്ങനെ. അപ്പൊ അമ്മ അവിടെ ഇരിക്കമ്മ അവിടെ ഇരുന്ന് എന്ന് വെച്ചാ എല്ലാവരെയും ഭയങ്കര കംഫർട്ട് ആക്കിയിട്ട് അങ്ങനെ ഒരു ഭയങ്കര നമുക്ക് പറയുന്ന മമ്മൂക്കയും നമ്മളെല്ലാവരും വരുമ്പോൾ ഒരു ഭയത്തോടെ ഇങ്ങനെ നിൽക്കും. മമ്മൂക്ക എങ്ങനെയാണ്, പക്ഷെ മമ്മൂക്കയുടെ പെട്ടെന്നായിരിക്കും റിയാക്ഷൻസ്. മമ്മൂക്ക ചിലപ്പോൾ കോമഡി സ്റ്റൈലിലൊക്കെ നമ്മളെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. നമ്മളിങ്ങനെ മമ്മൂക്ക വരുമ്പോ മമ്മൂക്ക അങ്ങോട്ട് കയറി പറയാൻ നമുക്കൊരു ഗുഡ് മോർണിംഗ് നിൽക്കാന്നൊക്കെ പറയാൻ നമുക്കൊരു ഭയമുള്ളൂ. അപ്പൊ മമ്മൂക്ക നോക്കി ചിരിക്കുമ്പോ നമസ്കാരം അങ്ങനെ പറയാലോ. അപ്പൊ അതിനുവേണ്ടി മമ്മൂക്ക നോക്കുമോ എന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും മമ്മൂക്ക നോക്കാതെ ഇങ്ങനെ വന്നിട്ടേക്ക് പെട്ടെന്ന് തിരിഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക മമ്മൂക്ക. ഞാൻ പേടിച്ചിങ്ങനെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ അവിടെ നിന്ന് മമ്മൂക്ക എഴുന്നിട്ട് നമസ്കാരം. ഞാനിങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ചില ജോളി ടൈപ്പ്. അതെന്താ തമാശ എന്താന്ന് വെച്ചാല് മമ്മൂക്ക കമ്മത്താങ്കമ്മത്തിൽ ഞാൻ അഭിനയിക്കുമ്പോ ചെറുപുഷ്പ സ്റ്റുഡിയോയിൽ മമ്മൂക്ക വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം മമ്മൂക്കയുടെ മൂഡ് ശരിയല്ലായിരുന്നു. അതായിരിക്കും രാവിലെ വന്നപ്പോ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ എന്നെ കാണുകയും ചെയ്ത് പുള്ളി ഇങ്ങനെ പോയിട്ട് ഞാനാകെ എനിക്ക് പെട്ടെന്ന് വേദന വരുന്ന ആളാ. കാരണം എനിക്ക് മമ്മൂക്കൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ വൈകുന്നേരം മമ്മൂക്കയ്ക്ക് മെസ്സേജ് ഇട്ട് എനിക്ക് നന്നായിട്ട് വേദന എടുത്തു മമ്മൂക്ക. ഞാൻ ഭയങ്കരമായിട്ട് എന്റെ മനസ്സ് തകർന്നു പോയി. എന്നുവെച്ചാൽ ഇങ്ങനെ ഞാൻ ഒരു വേറൊന്നുമില്ല, മമ്മൂക്ക ഭയങ്കര നോക്കിയിട്ട് ഒരു ചിരി പോലും ചിരിക്കാണ്ട് പോയി. ഭയങ്കര സങ്കടം വന്നു എന്നൊക്കെ പറയാൻ മെസ്സേജ് ഇട്ടു. അത് കഴിഞ്ഞ് മറുപടി ഒന്നുമില്ല. അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് വന്നപ്പോ ഞാനപ്പോ എന്ത് ചെയ്ത ഞാനൊത്തിരി ചാടയില്ല. അല്ല, ഞാനൊത്തിരി മാറിയിക്ക. പുള്ളിയുടെ വണ്ടി ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇത്തിരി ദൂരെ മാറിയിരുന്നു. മമ്മൂക്ക വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് സെറ്റിലൊക്കെ എല്ലാവരും പറയും മമ്മൂക്ക വന്നുകൊണ്ടിരിക്കുന്നു 10 മിനിറ്റ് 5 മിനിറ്റ്. ഞാൻ എന്ത് ചെയ്ത് കുറച്ചും ദൂരെ മാറിക്കണ്ടോ. ഒരു മുളയൊക്കെ ഉണ്ട്, അതിന്റെ സൈഡിൽ പോയി ഇങ്ങനെ നിന്നു. മമ്മൂക്ക എന്നെ കാണണ്ട. അപ്പൊ മമ്മൂക്ക അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വർത്താനത്തിനിടയ്ക്ക് എന്നെ ഇങ്ങനെ കണ്ടു. അവിടെ നിന്ന് നടന്നിങ്ങനെ വന്നിട്ട് ഗുഡ് മോർണിംഗ് ഓക്കെ ചിരിച്ചോണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് കെട്ടിയിട്ടേ ഞാനെന്താ പറയേണ്ടത്. അങ്ങനത്തെ തമാശകളും അങ്ങനത്തെ കുസൃതികളാണ് ഈ സൂപ്പർ താരങ്ങൾക്ക്. അതുപോലെ തന്നെ എപ്പോഴും ബിഗ് ബോസിന്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും കാണാനുണ്ട്. എന്നാണ് നിങ്ങൾ അടുത്ത സീസണിൽ പോകുന്നത്? ഞാൻ ഒരിക്കലും ചത്താലും പോവില്ല. 2 കോടി തരാൻ പറഞ്ഞാലും പോവില്ല. തല്ല് പിടിച്ച് തന്നെ ഞങ്ങള് പ്രശ്നമാവും. ഞങ്ങള് തന്നെ ലക്ഷം കൊടുക്കും അങ്ങോട്ട് നോമിനേറ്റ് ചേച്ചിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയുമുണ്ട്. നിങ്ങൾക്ക് അപ്രോച്ച് വന്നിട്ടുണ്ടോ? അല്ല, കഴിഞ്ഞ ലിസ്റ്റിലും എനിക്ക് ഉണ്ടായിരുന്നു. എന്നെ അവിടെ നിന്ന് മറ്റേ ശ്വേതയൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റിലുണ്ട്. അപ്പൊ എന്റെ അടുത്ത് അവർ ചാനലിൽ നിന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ സീരിയലിന്റെ പ്രശ്നം എന്നറിയാവോ, ഞാനൊരു മെയിൻ ഒരു സംഭവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൗനരാഗത്തില്. ഞാൻ എന്നെ വിട്ടുകൊടുക്കാനായിട്ട് ചിലപ്പോ എന്റെ പ്രൊഡ്യൂസർ സമ്മതിക്കുന്നുണ്ടാവും. പ്രശ്നം ചിലർക്കൊക്കെ റീപ്ലേസ് ചെയ്തൊക്കെ കുറെ പേരൊക്കെ പോയിട്ടുണ്ട്, പ്രശ്നമില്ലായിരിക്കും. പക്ഷെ ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് എന്നെ വിടാൻ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ പോയാൽ
ഭയങ്കര പ്രശ്നമായി ഇപ്പോൾ. എന്ന് വെച്ചാല് ക്യാരക്ടർ ബേസ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ആരെയും ചതിക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ വൃത്തികേട് നാടകങ്ങളോ പൊറാട്ട് നാടകങ്ങളോ പരദൂഷണ കുൽസിതങ്ങളൊന്നും ഉണ്ടാവില്ല. താങ്ങാൻ പറ്റില്ല, മെന്റലി താങ്ങാൻ പറ്റില്ല. കാരണം അവിടെ വരുന്നവരുടെ ഏത് രീതിയിലുള്ള അറ്റാക്ക് ആണെന്നറിയില്ല. അത് താങ്ങാനുള്ള ശേഷി വേണം. അത് മെന്റൽ പവർ വേണം നമുക്ക്. അവിടെ നമ്മളത് ഉണ്ടാക്കിയെടുക്കും അല്ലേ? അവിടെ ചെന്നിട്ട് എനിക്കാണ് ബുദ്ധിമുട്ട്. മോനെ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാൻ ഇത് ചപ്പാത്തി മാവൊന്നും അല്ല കുഴച്ചിട്ട് ഉണ്ടാക്കാനായിട്ട്. മെന്റൽ പവർ എന്ന് പറഞ്ഞാൽ അവനവനുള്ള നിക്ഷിപ്തമായിരിക്കും. ഒരു മാസമെങ്കിൽ ഒരു മാസം എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാമല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ വായും മൂടി അവിടെ ഇരിക്കുക. അതിനൊന്നും എന്നെ കിട്ടൂല. ഞാൻ മറ്റങ്ങനെ അങ്ങനെയല്ല, അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മെന്റലി സ്ട്രെസ്ഡ് ആവും. കാരണം അങ്ങനെ ഒരുപാട് പേര് അവിടെ മെന്റലി വീണ് പോയിട്ടുണ്ട്, മറ്റേ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പറ്റണില്ല അവർക്ക് താങ്ങാൻ. ഇത് താങ്ങാനായിട്ട് കല്ലി വലിയ മൈൻഡ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. എന്താടാ നീ പോണാന്നും പറഞ്ഞ് പോകാനുള്ള മൈൻഡ് വേണം. മനസ്സിലായ? പിന്നെ ഇതൊന്നും സൂക്ഷിച്ചു വെക്കരുത് മനസ്സിൽ. പക സൂക്ഷിക്കരുത്, വിദ്വേഷം സൂക്ഷിക്കരുത്. ഇപ്പോഴത്തെ മത്സരാർത്ഥികളുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ 20 ദിവസം മുമ്പ് ചെയ്തത് 1 മാസം മുമ്പ് ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുക. കൊള്ളൂല്ല അത്. ഞാനും മോനും ഇപ്പൊ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ മോനോട് ഞാൻ പറയാനുള്ള സാധനം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നിന്നെ കാണുമ്പോൾ ഞാൻ പറയണ്ടേ എനിക്ക് എന്തായാലും ദേഷ്യം വന്ന് ഞാൻ നടണം പറഞ്ഞു, അത് വച്ചോണ്ടിരിക്കണ്ടേ. ഇത്രേ ഉള്ളൂ. അവിടെ അവസാനിപ്പിക്കണത്. അതിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്യുക, അതിന്റെ പേരിൽ പക വെച്ച് പോലെ പലതും അതൊന്നും ചെയ്യാൻ പാടില്ല. അത് പലരും ചെയ്യുന്നുണ്ട്. ഇത് ഒന്നും ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഇത് സത്യസന്ധമായിട്ട് നിൽക്കുക, നല്ല വിൽ പവർ ഉണ്ടാവണം, ആരെന്ത് പറഞ്ഞാലും തളരാത്ത മനസ്സായിരിക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും പ്രോഗ്രാമും സീരിയൽസിന്റെ അപ്കമിംഗ് പ്രോജക്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. എൻജോയ് ചെയ്തോ? ഓക്കെ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.